നമസ്കാരം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടം തകർന്നു വീണ അപകടം. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ക്ലോക്ക് ടവറാണ് തകർന്നു വീണത്. യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഒരു തീവണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്നു. അതിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. 2-ഉം 3-ഉം പ്ലാറ്റ്ഫോമുകൾക്കിടയിലാണ് ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്തിരുന്നത്. മുകളിലെ മേൽക്കൂര ഉൾപ്പെടെയാണ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തകർന്നു വീണത്. ഇന്ന് രാവിലെ 11:15-ഓടെയാണ് സംഭവം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തെരുവുനായ ആക്രമണത്തിനിരയായ 98 പേർക്ക് 62 ലക്ഷത്തിലധികം രൂപ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ശുപാർശ ചെയ്തു. നഷ്ടപരിഹാര തുക നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. എറിയാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുളങ്ങളും തോടുകളും നികത്താൻ അപകടകരമായ രാസമാലിന്യം ഉപയോഗിച്ചെന്ന് ആരോപണം. മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും വിഷയത്തിൽ ശക്തമായ ഇടപെടൽ വേണമെന്നും CPIM അഴീക്കോട് ലോക്കൽ കമ്മിറ്റി. എരുമപ്പെട്ടിയിൽ വീട്ടമ്മയെ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരുമപ്പെട്ടി മുരുങ്ങത്തേരി ലോറൻസിന്റെ ഭാര്യ ബ്രൂഷയാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. തെരുവുനായ ആക്രമണത്തിനിരയായ 98 പേർക്ക് 62 ലക്ഷത്തിലധികം രൂപ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ശുപാർശ ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നഷ്ടപരിഹാര തുക നൽകേണ്ടത്. തൃശൂർ കോർപ്പറേഷൻ, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി, പാറളം, ചേർപ്പ്, കൊരട്ടി പഞ്ചായത്തുകൾ എന്നിവയുടെ പരിധിയിലുള്ള അപേക്ഷകളാണ് പരിഗണിച്ചത്. തെരുവുനായ ആക്രമണത്തിനിരയായ 98 പേർക്ക് 62,95,955 രൂപ നഷ്ടപരിഹാരം നൽകാനാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ശുപാർശ ചെയ്തത്. തൃശൂർ കോർപ്പറേഷൻ, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി, പാറളം, ചേർപ്പ്, കൊരട്ടി പഞ്ചായത്തുകൾ എന്നിവയുടെ പരിധിയിലുള്ള അപേക്ഷകളാണ് പരിഗണിച്ചത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ആകെ 109 അപേക്ഷകൾ പരിശോധിച്ചു. ഇതിൽ 98 പേർക്കാണ് നഷ്ടപരിഹാരം അനുവദിക്കാൻ ശുപാർശ നൽകിയത്. പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിനായി സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ഏകദേശം 21,000 രൂപ വരെ ചെലവ് വരുന്നതിനാൽ അന്തിമ നഷ്ടപരിഹാര തുക ഇതിലും കൂടുതലാകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ജില്ലയിലെ എല്ലാ കേസുകളും പരിഗണിക്കുമ്പോൾ നഷ്ടപരിഹാര തുക കോടികളിലെത്തുമെന്നും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ തുക നൽകേണ്ടതെന്നും അധികൃതർ വ്യക്തമാക്കി. DLSA സെക്രട്ടറിയും സമിതി ചെയർപേഴ്സണുമായ TP വിൻസി, ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ദീന ആന്റണി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ S ശ്യാമള ലക്ഷ്മി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. എറിയാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുളങ്ങളും തോടുകളും നികത്താൻ അപകടകരമായ രാസമാലിന്യം ഉപയോഗിച്ചെന്ന് ആരോപണം. മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും വിഷയത്തിൽ ശക്തമായ ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ട് CPIM അഴീക്കോട് ലോക്കൽ കമ്മിറ്റി രംഗത്തെത്തി. എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് മേഖലയിലെ 12, 18, 19 വാർഡുകൾ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ കുളങ്ങളും തോടുകളും നികത്താൻ അപകടകരമായ രാസമാലിന്യം ഉപയോഗിച്ചതായി കണ്ടെത്തിയെന്നാണ് CPIM അഴീക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ ആരോപണം. എടയാറിലെ ബിനാനി സിങ്ക് വ്യവസായ സ്ഥാപനത്തിൽ വർഷങ്ങളായി സംഭരിച്ചിരുന്ന രാസമാലിന്യമാണ് ഭൂമി നികത്താൻ ഉപയോഗിച്ചതെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സിങ്ക് ഉൽപാദന കമ്പനിയാണ് ബിനാനിപുരം ഈ ബിനാനി സിങ്ക് കമ്പനി. 12 വർഷം മുമ്പ് അല്ലേ 12 വർഷം മുമ്പ് ഈ കമ്പനി അവിടെ അടച്ചുപൂട്ടപ്പെടുകയുണ്ടായി. അതിനു മുമ്പ് സുപ്രീം കോടതി വിധിയുണ്ട് അവിടുത്തെ മുഴുവൻ ആളുകൾക്കും ആവശ്യമായ വെള്ളം വിതരണം ചെയ്യേണ്ടത് അവിടുത്തെ ഈ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിലാണ് എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അത് പ്രകാരം കമ്പനി അടച്ചുപൂട്ടുന്നത് വരെയും അവിടുത്തെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വിതരണം ചെയ്തത് ആ കമ്പനിയാണ്. ഇപ്പോൾ അതൊക്കെ നിലച്ചിട്ടുണ്ട്. ആ കമ്പനി ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. അവിടെ ഈ പറയുന്ന അവിടെ സുരക്ഷിതമായി അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ പറയുന്ന വേസ്റ്റ് രാസമാലിന്യം, ആ രാസമാലിന്യം അതിഭീകരമായ അതിമാരകമായിട്ടുള്ള വിഷവസ്തുവാണ് എന്നതാണ് പഠന റിപ്പോർട്ടുകൾ തെളിഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന വാർഡുകളിൽ 18, 19 അതുപോലെ തന്നെ 12 വാർഡുകളിൽ വ്യാപകമായിട്ട് ഈ പറയുന്ന രീതിയിൽ രാസമാലിന്യങ്ങൾ കൊണ്ട് നികത്തിരിക്കുകയാണ്. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. ആഴ്സനിക്, സിങ്ക് ഉൾപ്പെടെ വിവിധ രാസമൂലകങ്ങൾ അടങ്ങിയ ഈ മാലിന്യം ഭൂഗർഭജലത്തിലേക്ക് കലർന്നാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിസ്ഥിതി മലിനീകരണത്തിനും കാരണമാകുമെന്നവർ ചൂണ്ടിക്കാട്ടി. തോടുകളിലേക്കും ജലാശയങ്ങളിലേക്കും മാലിന്യം എത്തുന്നത് മത്സ്യസമ്പത്തിനും കൃഷിക്കും കുടിവെള്ള സ്രോതസ്സുകൾക്കും വലിയ ഭീഷണിയാണെന്നും രാസമാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യാൻ ജില്ലാ ഭരണകൂടവും സർക്കാരും നടപടി സ്വീകരിക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
എരുമപ്പെട്ടിയിൽ വീട്ടമ്മയെ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രാവിലെ വീട്ടിനുള്ളിൽ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എരുമപ്പെട്ടി മുരുങ്ങത്തേരി ലോറൻസിന്റെ ഭാര്യ ബ്രൂഷയാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന മുരുങ്ങത്തേരി ലോറൻസിന്റെ ഭാര്യ ബ്രൂഷയെയാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ വീട്ടിനുള്ളിൽ ബ്രൂഷയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിലാണ് കിണറ്റിൽ വീണുകിടക്കുന്നത് കണ്ടെത്തിയത്. വിവരമറിഞ്ഞെത്തിയ വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്കൂബ അംഗങ്ങളായ DP നിതിൻ ദേവും C ഷിബുവും ചേർന്നാണ് മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ S മണിയന്റെ നേതൃത്വത്തിൽ ഓഫീസർമാരായ K രാജേഷ്, M സൈമൺ, U കൃഷ്ണരാജ്, V വിജീഷ്, ഷെഫീഖ്, PM സുരേഷ് എന്നിവരും എരുമപ്പെട്ടി പോലീസും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. അഖിലേഷ്, അമൽ, അഖിൽ അജിത്, അഖിൽ കൃഷ്ണ, അക്ഷയ് പുരുഷ് എന്നിവർ സഹായികളായിരുന്നു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. CSR പദ്ധതിയുടെ ഭാഗമായി ഇസാഫ് ഫൗണ്ടേഷനും തൃശൂർ ജില്ലാ നാർക്കോട്ടിക് സെല്ലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഇസാഫ് ബാലജ്യോതി കാവൽ തൂഫാൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെത്തി. ലഹരി ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ലഹരി ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഇസാഫ് ബാലജ്യോതി കാവൽ തൂഫാൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനമാണ് അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ നടന്നത്. മാള ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ പ്രചോദ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പ്രസുവതി അധ്യക്ഷത വഹിച്ചു. മാള സ്റ്റേഷൻ SI വൈശാഖ് കെ വിശ്വൻ മുഖ്യാതിഥിയായി. വിൻ വിൽസൺ, ആഗ്ന ടെന്നി, MP ജോർജ്, ഷൈനി ജോസ്, അമൽ KA എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി പ്രത്യേകമായി സജ്ജീകരിച്ച പ്രചാരണ വാഹനം തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, ഇടുക്കി ജില്ലകളിലെ വിവിധ സ്കൂളുകൾ സന്ദർശിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഇസാഫ് ബാങ്കിന്റെ CSR പദ്ധതിയുടെ ഭാഗമായി ഇസാഫ് ഫൗണ്ടേഷൻ രൂപീകരിച്ചു വരുന്ന ഇസാഫ് ബാലജ്യോതി ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനതല ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ അതത് ജില്ലാ നാർക്കോട്ടിക് സെല്ലുകളുടെ സഹകരണത്തോടെ ജില്ലാതല ഉദ്ഘാടനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ ടൈം മാള. കാടുകുറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ ഞാറ്റുവേല വിപണി ആരംഭിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം M ബാലാജി ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ഹാഷിം സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാടുകുറ്റി പഞ്ചായത്ത് കൃഷി ഓഫീസർ ശീതൾ റോസ് ചാക്കോ ആദ്യ വിൽപ്പന നടത്തി. ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിച്ചു. കാർഷിക മേഖലയെക്കുറിച്ച് സംഘടിപ്പിച്ച വിവരണ മത്സരത്തിലെ വിജയികളെ അനുമോദിച്ചു. കർഷകർക്കായി സബ്സിഡി നിരക്കിലുള്ള കുമ്മായത്തിന്റെയും അർബാനയുടെയും വിതരണോദ്ഘാടനവും നടത്തി. ഭരണസമിതി അംഗം ഷാജി ജോബി, ബാങ്ക് സെക്രട്ടറി ഡെൻസി CA, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു സുബ്രൻ, ലൈജു ഡെന്നി, ബാങ്ക് ഭരണസമിതി അംഗം MR ഷാജി, ബാങ്ക് സ്റ്റാഫ് സെക്രട്ടറി MN ദിലീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പങ്കെടുത്തവർക്ക് വിത്തും വളവും നൽകി. വെള്ളിയാഴ്ച വരെയാണ് ഞാറ്റുവേല വിപണി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ ആക്രമണത്തിനിരയായ 98 പേർക്ക് 62 ലക്ഷത്തിലധികം രൂപ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ശുപാർശ ചെയ്തു. നഷ്ടപരിഹാര തുക നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. എറിയാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുളങ്ങളും തോടുകളും നികത്താൻ അപകടകരമായ രാസമാലിന്യം ഉപയോഗിച്ചെന്ന് ആരോപണം. മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും വിഷയത്തിൽ ശക്തമായ ഇടപെടൽ വേണമെന്നും CPIM അഴീക്കോട് ലോക്കൽ കമ്മിറ്റി. എരുമപ്പെട്ടിയിൽ വീട്ടമ്മയെ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരുമപ്പെട്ടി മുരുങ്ങത്തേരി ലോറൻസിന്റെ ഭാര്യ ബ്രൂഷയാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.